സ്നേഹാനന്ദങ്ങൾ പ്രിയുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൽ, നമ്മുടെ ന്യൂസ് ചാനലിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. കോട്ടയത്തെ ഒരു തട്ടിപ്പുകാരനാകുന്ന, കോടികൾ തട്ടിച്ച ഒരു പാസ്റ്റർ നാമധാരിയെക്കുറിച്ചാണ് ഒരു വീഡിയോ ഞാൻ ചെയ്തത്. പാസ്റ്റർ നാമധാരി എന്ന് പറയാൻ കാരണം അദ്ദേഹം ഒരു പാസ്റ്ററാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പാസ്റ്റർ വേഷം കെട്ടിയ ഒരു തട്ടിപ്പുകാരൻ, അദ്ദേഹത്തെക്കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ആസാദിയുടെ രീതി നമുക്കറിയാമല്ലോ. നമ്മൾ ഈ വ്യക്തിപരമാകുന്ന ആളുകളെ പേരെടുത്ത് വിമർശിക്കുകയും അങ്ങനെയുള്ള രീതി നമുക്കില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചും ആസാദി മലയാളം ചാനൽ ഇത് നല്ല നല്ല സാക്ഷ്യങ്ങൾ കൊണ്ടുവരുന്ന ചാനലായതുകൊണ്ട് ഈ ചാനലിൽ ഗുണപാഠങ്ങൾ മാത്രമാണ് പാഠഭേദത്തിലൂടെ നമ്മൾ പറയുന്നത്. ഏത് രാഷ്ട്രീയ വിഷയം എടുത്താലും, ഏത് സാമൂഹിക വിഷയം എടുത്താലും, അത് സഭയ്ക്കകത്തുള്ള വിഷയം എടുത്താലും നമ്മൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല പാഠങ്ങളാണ് എപ്പോഴും പാഠഭേദത്തിലൂടെ പറയുന്നത്. പലപ്പോഴും പാഠഭേദം കാണാതെ ടൈറ്റിൽ കണ്ട് ആളുകൾ പാസ്റ്റർ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം. പക്ഷേ എനിക്ക് എൻ്റെ വിളിയെക്കുറിച്ചും ഞാൻ പറയുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ചും നല്ല ബോധ്യമുള്ളത് കൊണ്ട്, ദൈവവചനത്തിന് നിരക്കാത്ത ഒന്നും ഞാൻ പറയാത്തത് കൊണ്ട്, വളരെയധികം നല്ല മനസാക്ഷിയോട്, നല്ല പ്രാഗൽഭ്യത്തോടു കൂടിയാണ് പാഠഭേദങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ന്യൂസ് ചാനലിൽ ഞാൻ ആ വാർത്ത കൊടുത്തിരുന്നു. വാർത്ത നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ ന്യൂസ് ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്ത വീഡിയോകളുടെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടാമത് ഞാൻ ആവർത്തിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, ആസാദിയുടെ ഒരു പ്രേക്ഷകൻ എന്നെ വിളിക്കുന്നു. കോട്ടയത്ത് അദ്ദേഹം ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പോകുന്നു. ആ പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരുന്ന ഒരു പാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി 42 ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിൽ നിന്ന് തട്ടിച്ചതായിട്ട് ഒരു പരാതി പറയുന്നു. അപ്പോൾ എന്നോട് വിളിച്ച പ്രേക്ഷകൻ പറയുന്നത്, പാസ്റ്റർ, ഈ വിവരങ്ങൾ പറയാനല്ല ഞാൻ ആവശ്യപ്പെടുന്നത്, പക്ഷേ ഇനിയും ഇങ്ങനെ ആർക്കും തട്ടിപ്പ് സംഭവിക്കരുത് എന്ന് പാഠഭേദത്തിലൂടെ ഒന്ന് പറയണം, ഒരു ഗുണപാഠം പറയണം. അദ്ദേഹം പറയുന്നു, ഞാൻ മാർത്തോമാ സഭയിൽ നിന്ന് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവദാസന്മാരെയൊക്കെ ഞാൻ കണ്ണുമടച്ച് വിശ്വസിച്ചു. അതാണ് എനിക്ക് പറ്റിയ അബദ്ധം എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ഈ നഷ്ടം സംഭവിച്ച മാന്യ പ്രേക്ഷകനോട് ഞാൻ പറവാനിടയായി തീർന്നു. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെയും കുറ്റമുണ്ട്. കാരണം ഈ കാലത്ത് അങ്ങനെ ആരെങ്കിലും 42 ലക്ഷം രൂപ ഒക്കെ എടുത്ത് അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കുമോ? അപ്പോൾ പറഞ്ഞു, പാസ്റ്ററാണെന്ന് വിശ്വസിച്ചു കൊടുത്തതാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ആളുകൾക്കൊക്കെ ഇപ്പോഴും പഠിച്ചിരിക്കേണ്ട അടിസ്ഥാന പാഠങ്ങൾ അറിയത്തില്ല. വ്യക്തികളെ വിവേചിക്കാൻ അറിയത്തില്ല. പ്രാവിനെ പോലെ പലരും നിഷ്കളങ്കരാണ്. പക്ഷേ പ്രാവിനെ പോലെ നിഷ്കളങ്കരാണ്. പാമ്പിനെ പോലെ നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണമെന്ന് യേശു പറഞ്ഞത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അത്ര നിഷ്കളങ്കരായി ആർക്കും ചതിക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്നവൻ ആകല്ല് ഒരു ദൈവ പൈതൽ എന്ന ഒരു പാഠമാണ് ഇന്ന് പാഠഭേദത്തിലൂടെ ഞാൻ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് ദൈവ മക്കൾക്ക്, വിശ്വാസികൾക്കുള്ള ഗുണപാഠങ്ങളുണ്ട്. ഇതിനകത്ത് ദൈവദാസന്മാർക്കുള്ള ഗുണപാഠങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു കേസിനെക്കുറിച്ചുള്ള വിഷയം, അതായത് മണ്ണർകാട് പോലീസ് സ്റ്റേഷനിലും ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലുമൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പല കേസുകളുണ്ട് ഇദ്ദേഹത്തിനെതിരെ. അതിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ ആസാദിയുടെ ന്യൂസ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇനി ആവർത്തിക്കുന്നില്ല. ഗുണപാഠങ്ങൾ മാത്രം ഈ പാഠഭേദത്തിലൂടെ ഞാൻ പറയുകയാണ്. പല ദൈവമക്കളും തട്ടിക്കപ്പെടുന്നു, തട്ടിപ്പിന് ഇരയാകുന്നു. ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്ത ശേഷം ഇന്ന് രാവിലെ ആസാദിയുടെ മറ്റൊരു പ്രേക്ഷകനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് സങ്കടം പറഞ്ഞു, ഞാനും ഒരു തട്ടിപ്പിൽ പെട്ടിട്ട് നിൽക്കുകയാണ്. തട്ടിച്ചതാരാണ്? ഒരു വിശ്വാസിയാണെന്ന് പറയുമ്പോൾ എനിക്ക് ഉള്ളിൽ വലിയ നൊമ്പരം തോന്നി. എനിക്ക് ഇത് ആദ്യത്തെ വാർത്തയൊന്നുമല്ല. ഇങ്ങനെ തട്ടിപ്പ് നടത്തിയ ഒത്തിരി കേസുകൾ എനിക്കറിയാം. സഭയ്ക്കകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തട്ടിച്ച ഒത്തിരി തട്ടിപ്പ് കേസുകൾ എനിക്കറിയാം. അങ്ങനെ തട്ടിക്കാൻ വേണ്ടി ഓരോ സ്ഥലങ്ങൾ മാറി മാറി സഭയിൽ പുതിയതായി അംഗത്വമെടുത്ത് ആളുകൾ വിശ്വാസം സ്ഥാപിച്ച് തട്ടിപ്പ് നടത്തുന്ന ആളുകളെ ഒത്തിരി എനിക്ക് അറിയാം. അതുകൊണ്ട് എനിക്ക് ആ ഒരു തട്ടിപ്പിൻ്റെ കാര്യത്തിൽ പുതുമയൊന്നും തോന്നിയില്ല. പക്ഷേ എനിക്ക് സങ്കടം, നമ്മളെ തട്ടിക്കത്തക്കവണ്ണം, ഈ തട്ടിപ്പിന് ഇരയാകത്തക്കവണ്ണം നമ്മുടെ ആളുകൾ നിന്നുകൊടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. 1-2 ഗുണപാഠങ്ങൾ വിശ്വാസികളോട് പറയട്ടെ. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മീതെ മൂക്കിൽ ശ്വാസമുള്ള ഒരു മനുഷ്യനെയും വിശ്വസിക്കരുത്. നിങ്ങൾ ചിന്തിക്കും, പാസ്റ്റർ എന്തൊരു കാര്യമായി പറഞ്ഞത്. ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. മനുഷ്യനിൽ ഉള്ളത് എന്തെന്ന് യേശു തിരിച്ചറിഞ്ഞതുകൊണ്ട് അവൻ മനുഷ്യന് തന്നെത്താൻ
ഏൽപ്പിച്ചു കൊടുത്തില്ല എന്ന് വേദപുസ്തകത്തിൽ വാക്യമുണ്ട്. യേശുവിനറിയാം മനുഷ്യൻ്റെ അകത്തുള്ളത് എന്താണെന്ന്. യേശു വിവേചിച്ച് തിരിച്ചറിഞ്ഞതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ പോയി വീണു കൊടുത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു തട്ടിപ്പിൻ്റെയോ ഒരു തിന്മയുടെയോ ഒക്കെ അംശമുണ്ട്. ഞാൻ ലെസ്റ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ലെസ്റ്റ് എങ്ങനെ ഒഴിവാക്കാം, ലൈംഗിക പാപങ്ങളെ ഒഴിവാക്കാം. അന്ന് ഞാൻ പറഞ്ഞതാണ്, ലോകത്തിൽ ഒരു മനുഷ്യനെയും ഈ വിഷയത്തിൽ വിശ്വസിക്കരുത്. ഞാൻ അനേകർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന, അനേകരോട് സംസാരിക്കുന്ന, അനേകരോട് ഇടപെടുന്ന ഒരു ദൈവദാസനായതുകൊണ്ട് എനിക്കറിയാം പല സഹോദരിമാരും വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത് വളരെ ബഹുമാനിക്കണമെന്ന് നമുക്ക് തോന്നുന്ന ചില ദൈവദാസന്മാരിലൂടെയാണ്. നമുക്കറിയാമല്ലോ, ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുക, വളരെ വയോധികനാകുന്ന ഒരു മനുഷ്യൻ, വളരെ ഉന്നത സ്റ്റാറ്റസ് ഉള്ള, ലോകപരമായിട്ട് വളരെ റെസ്പെക്റ്റ് കിട്ടുന്ന എക്സ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, അദ്ദേഹത്തെ നമുക്കെല്ലാം റെസ്പെക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ചെറുപ്പക്കാരിയായ ഒരു സഹോദരി ചോദിക്കുന്നു. ഒന്നും തോന്നത്തില്ല, അപ്പച്ചനെ പോലെ കാണേണ്ട ഒരു മനുഷ്യൻ്റെ ഫോൺ നമ്പർ ചോദിക്കുന്നു. ഞാൻ ആ ഫോൺ നമ്പർ ആ സഹോദരിക്ക് കൊടുത്തു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ആ സഹോദരി മെസ്സേജ് എഴുതുകയാണ്, പാസ്റ്ററെ നിങ്ങൾ തന്ന ഫോൺ നമ്പറിൽ ഞാൻ കോൺടാക്റ്റ് ചെയ്തു, പക്ഷേ ഞാൻ ആ വ്യക്തിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. കാരണം ഈ അപ്പച്ചൻ ഈ പെൺകുട്ടിയോട് അർദ്ധരാത്രിയിലൊക്കെ ചാറ്റ് ചെയ്യുകയാണ്. ചാറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടോൺ മാറുന്നു, അദ്ദേഹത്തിൻ്റെ സംസാര രീതി മാറുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയോട് ഇടയ്ക്ക് ഈ പെൺകുട്ടി അദ്ദേഹത്തെ മനഃപൂർവ്വം അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. കാരണം അങ്ങനെങ്കിലും ഈ പറഞ്ഞ എന്താ പറയേണ്ടത്, വല്യപ്പൻ അല്ലേ, വല്യപ്പൻ അങ്ങ് ഒതുങ്ങിക്കോട്ടെന്ന് ഓർത്ത് അങ്കിളെന്നൊക്കെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, എന്നെ അങ്കിളെന്നൊന്നും വിളിക്കേണ്ട കേട്ടോ, എൻ്റെ പേര് വിളിച്ചാൽ മതി. നോക്കണമേ, ഒരു 10-40 വയസ്സ് ഇവർ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ലോകത്തിൽ ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പാടില്ല. ഞാൻ ആ സഹോദരിക്ക് ഇങ്ങനെ മെസ്സേജ് ഇട്ടു, സിസ്റ്ററെ നിങ്ങൾ ഒരു മനുഷ്യനെ വിശ്വസിക്കില്ല. ഇപ്പം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിന്നി പാസ്റ്റർ പോലും ഒരു തെറ്റായ വാക്ക് ഉച്ചരിച്ചാൽ അന്നേരം സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന ചർച്ചിലെ പാസ്റ്ററാകാം, അല്ല വിശ്വാസിയാകാം, എൽഡറാകാം, ലീഡറാകാം, ഇവരൊന്നും സ്വർഗദൂതന്മാരല്ല. നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം എന്ന ഒരു മുന്നറിയിപ്പ് എല്ലാ ദൈവമക്കളോടും പറയുകയാണ്. വെറുതെ നമ്മൾ നിന്നുകൊടുത്തിട്ട്, പോയി ചതിക്ക് വീണുകൊടുത്തിട്ട് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദൈവദാസനാണെന്ന് ഞാൻ ഓർത്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് വളരെയധികം നമ്മുടെ ഭാഗം ക്ലിയറായിട്ട് നമ്മുടെ ജീവിതത്തെ ഉറപ്പോടുകൂടെ നിർത്തിയാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരത്തില്ല, കരയേണ്ടി വരത്തില്ല. ആരെയാണെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ശോധന ചെയ്ത്, നല്ലവണ്ണം വിവേചിച്ച്, എപ്പോഴും ഒരു കൈ അകലം പാലിക്കുക. അങ്ങനെ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു കൈ അകലം, ദൂരം എല്ലാവരുമായിട്ടും പാലിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും കൊടുക്കൽ വാങ്ങൽ കാര്യത്തിൽ സഭയ്ക്കകത്താണെങ്കിൽ, പ്രത്യേകിച്ചും ചർച്ചിൻ്റെ അകത്താണെങ്കിൽ, പല ചർച്ചുകളെയും പൊട്ടിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള സഭയ്ക്കകത്ത് നടക്കുന്ന കൊടുക്കൽ വാങ്ങലുകളാണ്. രണ്ടുപേര് തമ്മിൽ ഒരു സാമ്പത്തിക ഇടപാടുണ്ടാകുന്നു അല്ലേ, സാമ്പത്തിക ഇടപാട് രണ്ടുപേര് തമ്മിലുണ്ടാകുന്നു, കൊടുക്കൽ വാങ്ങലുണ്ടാകുന്നു, വസ്തുക്കച്ചവടം ഉണ്ടാകുന്നു. അവസാനം എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി കഴിയുമ്പോൾ ഈ കേസ് കൊണ്ട് പാസ്റ്റർ റബ്ബി വരും, സഭയുടെ കമ്മിറ്റിയുടെ റബ്ബി വരും, ഇതൊന്ന് സോൾവ് ചെയ്ത് തരണം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇതൊക്കെ സോൾവ് ചെയ്യാനിരിക്കുന്നവരാണോ ദൈവസഭയുടെ കമ്മിറ്റിയും പാസ്റ്ററും എന്നൊക്കെ പറഞ്ഞാൽ? പല പെന്തക്കോസ്ത് സഭകളും തകരാനുള്ള കാരണം ഇത്തരം സഭയ്ക്കകത്തുള്ള രണ്ട് വിശ്വാസി തമ്മിലുള്ള അതിര് തർക്കം, പിന്നെ ഇതൊക്കെ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്തിട്ട് സഭയെ തന്നെ നശിപ്പിക്കുവാൻ കാരണമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് ഒരു പോളിസി എടുത്തു. ആ പോളിസി എന്താണെന്ന് ചോദിച്ചാൽ, ചർച്ചിൻ്റെ അകത്ത് ഒരു കൊടുക്കൽ വാങ്ങലും രണ്ട് വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകാൻ പാടില്ല. ഇനിയും ആരെങ്കിലും കൊടുത്തു വാങ്ങിയെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ പരാതി കൊണ്ടുവന്നാൽ ഞാൻ കൈ കഴുകും. ഞാൻ പറയും, എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ കൊടുത്തത്, അതുകൊണ്ട് എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ കൈ കഴുകി മാറും. ഞാൻ പിന്നെ ഞങ്ങളുടെ ചർച്ചിനെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ആരെ വേണമെങ്കിലും സഹായിക്കാം കേട്ടോ. കൊടുക്കൽ വാങ്ങൽ പാടില്ല എന്ന് പറഞ്ഞാൽ ചാരിറ്റി ചെയ്യില്ലെന്നല്ല അർത്ഥം. കടം കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരാളുടെ സങ്കടത്തിൽ, ഈ സങ്കടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ എന്തും പറഞ്ഞ് പൈസ വാങ്ങിക്കും. നമ്മുടെ ആവശ്യങ്ങളൊക്കെ എന്ത് കഥയുണ്ടാക്കി പറയും, ഇങ്ങനെ അങ്ങനെ ഇന്ന ദിവസം തരാം എന്നൊക്കെ പറയും. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവസാനം നമ്മൾ പെട്ടുപോകും, നല്ല ബന്ധങ്ങൾ വഷളാകും. അതുകൊണ്ട് കൊടുക്കൽ വാങ്ങലുകളിൽ നമ്മൾ വളരെ കൃത്യത പാലിക്കണം. വളരെ ഡയറക്റ്റായിട്ട് ഒരു പക്ഷേ കേൾക്കുന്ന ആൾക്ക് മുറിവേറ്റാൽ പോലും അല്പസമയത്തേക്ക് ഒരു വേദന ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ചോദിച്ചു തന്നില്ല, ആ വേദന ഉണ്ടാകത്തുള്ളൂ. പക്ഷേ കടം കൊടുത്തിട്ട് പിന്നെ അവസാനം ബന്ധം വഷളായിട്ട് കണ്ടാൽ മിണ്ടാതെ ശത്രുക്കളായി മാറുന്നതിൽ നല്ലത് അല്പസമയത്തേക്കുള്ളൊരു വേദനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ ചർച്ചിൽ എപ്പോഴും ഞാൻ പറയും, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സഹായിക്കാം. ആർക്കെങ്കിലും നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിലും അത് എഴുതി തള്ളാൻ പറ്റുന്ന ഒരു തുകയെ കൊടുക്കാവുള്ളൂ. അതായത് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് വെളിയിൽ കൊടുക്കരുത്.
വേദപുസ്തകം പറയുന്നു പ്രാപ്തിക്കൊത്തവണ്ണം, പ്രാപ്തിക്ക് അപ്പുറമായിട്ട്. ചിലരൊക്കെ അങ്ങ് സ്നേഹം കൂടിയിട്ട് എന്ത് ചെയ്യുന്നറിയാം, വീട്ടിലിരിക്കുന്ന സ്വർണ്ണമെടുത്ത് പിന്നെ കൊച്ചുകാരുടെ വീട്ടിൽ സ്വർണ്ണം ഉണ്ടെന്ന് നോക്കി. ഇപ്പോൾ ഈ FIRൻ്റെ അകത്തുണ്ടെന്നേ ഇത്ര ഗ്രാം സ്വർണവും കൂടെ ആണ് കൊടുത്തതെന്ന്. ചില ബന്ധുക്കോസുകാരുടെ വീട്ടിൽ സ്വർണ്ണമുണ്ട്, സ്വർണം ഇടുന്ന ബന്ധുക്കോസുകാർ ഇന്നുണ്ടല്ലോ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ സ്വർണ്ണം എന്ന് പറഞ്ഞപ്പോൾ ബന്ധുക്കോസുകാർ സ്വർണ്ണം ഉപയോഗിക്കുമോ എന്നൊന്നും ചോദിക്കേണ്ട. ബന്ധുക്കോസുകാരുടെ വീട്ടിലൊക്കെ പഴയ സ്വർണ്ണം കൂരി വെച്ചത് കാണാം, അല്ലെങ്കിൽ ഇപ്പം സ്വർണ്ണം ഇടുന്ന ബന്ധുക്കോസുകാരുമുണ്ട്. എന്തുമാകട്ടെ, സ്വർണ്ണം എടുത്തിട്ട് ആളുകൾക്ക് പണയം വെക്കാൻ കൊടുത്ത കഥകൾ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്ത് സംഭവിക്കുന്നു, തിരിച്ചു കിട്ടാതെ വരുമ്പോൾ അവസാനം നമ്മുടെ ഉരുപ്പടിയും നഷ്ടപ്പെടുന്നു, ബന്ധവും നഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള സാഹസികതയൊന്നും നമ്മൾ ചെയ്യണ്ട. നമ്മൾ അല്ലേ, ഞങ്ങളുടെ ചർച്ചിൽ തന്നെ അങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങൽ ഉണ്ടാകുമ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. അതായത് നിങ്ങളാൽ കഴിയുന്നത് മാത്രമേ ചെയ്യാവുള്ളൂ. തിരിച്ച് കിട്ടിയില്ലെങ്കിലും എഴുതി തള്ളാൻ പറ്റുന്ന തുകയ്ക്കുള്ളത് മാത്രമേ, നിങ്ങളെക്കൊണ്ട് കപ്പാസിറ്റി ഉള്ളത് മാത്രമേ ചെയ്യാവുള്ളൂ. ഇങ്ങനെ ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് ചർച്ചിൻ്റെ അകത്ത് പറയാൻ 1-2 കാരണങ്ങൾ കൊണ്ട്. ബോംബെ പട്ടണത്തിൽ തന്നെ മറ്റ് പല സഭകളിലും നടന്ന തട്ടിപ്പിൻ്റെ കഥകൾ, അതിൽ ചിലത് പത്രത്തിലൊക്കെ വന്ന, മനോരമ പത്രത്തിലൊക്കെ വന്നത് ചർച്ചിൻ്റെ അകത്ത് നടന്ന തട്ടിപ്പിൻ്റെ കഥകൾ. ആ കഥകൾ ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് ഒരു മുൻകരുതലെടുത്തു. നമ്മുടെ സഭയ്ക്കകത്ത് അങ്ങനെ സംഭവിക്കരുതെന്ന് ഒരു മുൻകരുതലെടുത്തു. 1-2 ചർച്ചുകളിൽ, ഒരു ചർച്ചിലെ ഒരു ഫാമിലി വന്നിട്ട് അവർ വിസ കച്ചവടമായിരുന്നു, ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാക്കിയിട്ട് വിസ കച്ചവടത്തിന് പേര് കുറേ പൈസ പിരിച്ചിട്ട് അവർ മുങ്ങിക്കളഞ്ഞു. എങ്ങൂന്നോ വന്ന് താമസിച്ചതാണ്, പുതിയ വിശ്വാസി, പുതിയ ഫാമിലി ചർച്ചിൽ വന്നതാണ്. മറ്റൊരു ചർച്ചിലാണെങ്കിൽ ഒരു വ്യക്തി വളരെ മാന്യൻ, അദ്ദേഹം വലിയ ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പറഞ്ഞാൽ വന്നത്. ആദ്യത്തെ ആഴ്ച തന്നെ അദ്ദേഹം ഒരു ഓഫർ ചെയ്തു. ചർച്ചിലെ പാസ്റ്ററോട് പറഞ്ഞു, അടുത്ത 1 വർഷത്തേക്ക് ചർച്ചിൻ്റെ ഹോളിൻ്റെ റെൻറ്റ് മുഴുവൻ ഞാനാണ് കൊടുക്കുന്നത്. പാസ്റ്റർക്ക് സന്തോഷമായില്ലേ? അപ്പം പാസ്റ്റർ ഓർത്ത് 1 വർഷത്തെ മുഴുവൻ റെൻറ്റ് തരുന്ന ഇത്രയും മഹാനുഭാവനാകുന്ന മനുഷ്യനെ പിന്നെ പാസ്റ്റർ ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് വന്നു. പാസ്റ്റർ പ്രൊമോട്ട് ചെയ്തു. ഇയാൾ ഈ ചെറിയ മീനിട്ട്, ചെറിയ ഏരയിട്ട് വലിയ മീൻ പിടിക്കാനുള്ള പരിപാടിയായിരുന്നു. ഒറ്റ നമ്പറോടുകൂടി അദ്ദേഹം 3-4 ലക്ഷം രൂപ ചർച്ചിൻ്റെ, ഹിന്ദി ചർച്ച കേട്ടോ, മലയാളം ചർച്ചൊന്നുമല്ല, ചർച്ചിൻ്റെ റെൻറ്റ് കൊടുക്കാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ചർച്ചിൻ്റെ അകത്തെ ആളുകൾക്കെല്ലാം വലിയ വിശ്വാസം. അയ്യോ, ഭയങ്കര ഉദ്യോഗസ്ഥനാ, ചർച്ചിന് ഇത്രയും കൊടുത്തവനാ. എന്നിട്ട് ഇയാൾ കഥകൾ പറയാൻ തുടങ്ങി, ഞാൻ ഇന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ പോവുക, ഇത്ര കോടി രൂപ എനിക്ക് വരാനുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് എനിക്ക് പണം ആവശ്യമാണെന്ന് പറഞ്ഞ് ചർച്ചിൽ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും പണം വാങ്ങി. അങ്ങനെ കോടികൾ തട്ടിച്ചതുകൊണ്ട് ഒരു ദിവസം ഇയാൾ മുങ്ങി. അങ്ങനെ എത്രയോ തട്ടിപ്പുകളാണ് നമ്മുടെ ചർച്ചകൾക്കകത്ത് നടന്നിട്ടുള്ളത്. ഞാൻ പറയാം, നിങ്ങളുടെ സഭയ്ക്കകത്ത് അങ്ങനെ ആരെങ്കിലും പ്രവേശിച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ജയിക്കാൻ പറ്റുന്ന കാര്യം, സഭയ്ക്കകത്തൊരു സ്ട്രിക്റ്റ് പോളിസി ഉണ്ടാകണം ഈ കൊടുക്കൽ വാങ്ങലും. പിന്നെ ഈ 1 വെച്ചാൽ 2 കിട്ടും എന്നൊക്കെ പറയുന്നില്ലേ, പണം ഇരട്ടിപ്പ് ഒക്കെ പറയുന്ന, അത്യാഗ്രഹം ജനിപ്പിക്കുന്ന ഓഫറുകൾ വരുമ്പോൾ മനസ്സിലാക്കിക്കണം, തട്ടിപ്പാണ്, അങ്ങനെയൊന്നും ലോകത്തിൽ സംഭവിക്കത്തില്ല. ആരെങ്കിലും പറയാം, അച്ഛാ ഇപ്പോൾ ഒരു 5 ലക്ഷം ഇങ്ങോട്ട് താ, എൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആകുമ്പോൾ ഞാൻ 7 ആക്കി തരാം, 8 ആക്കി തരാം, 1 മാസത്തിനാവുന്നൊന്നും പറഞ്ഞാൽ വിശ്വസിക്കരുത്. അതൊക്കെ മഹാ തട്ടിപ്പ്. അങ്ങനെയൊന്നും ആർക്കും പണം ഇരട്ടിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശ്വാസികളെ തട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിൻ്റെ അകത്ത് ഞങ്ങളൊരു മുൻകരുതലെടുത്തു. എന്താ മുൻകരുതൽ? ഞങ്ങളെടുത്ത മുൻകരുതൽ, സഭയ്ക്കകത്ത് കൊടുക്കൽ വാങ്ങലില്ല, പണമിടപാടില്ല, ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രമോഷനില്ല, ഒരാൾ കൂടുതൽ തന്നു എന്ന് പറഞ്ഞ് പ്രമോഷനൊന്നുമില്ല. ഞങ്ങളുടെ ചർച്ചിൽ ദശാംശം ഇടുന്നവരുടെ കണക്ക് ഞങ്ങൾ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ചർച്ചിൻ്റെ അകത്ത് ദശാംശം ഇട്ടവരുടെ ലിസ്റ്റ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യത്തില്ല. കാരണം 2 കാരണം. ഒന്ന്, കൂടുതൽ കൊടുത്തവൻ ആരാണെന്ന് സഭയ്ക്കകത്ത് ആരും അറിയണ്ട. 2ാമത്, കുറച്ച് കൊടുത്തവന് ഒരു സങ്കടമുണ്ടാകണ്ട. പല സഭകളും ദശാംശത്തിൻ്റെ കണക്ക് വായിച്ച് ഇടാൻ പറ്റാത്തവരെ അപമാനിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പല സഭകളിലും നടക്കുന്നുണ്ട്. അങ്ങനെ എഴുതിയെങ്കിലേ ഇവരിടത്തോളെന്നാണ് പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളുടെ ചർച്ച് തുടങ്ങിയ നാൾ മുതൽ വെച്ചിരിക്കുന്ന ഒരു പോളിസിയാണ്, അധികം ഇട്ടവന് അധികം മാന്യതയും പ്രൊമോഷനും ഒന്നുമില്ല, കുറവിട്ടവനെ ഞങ്ങൾ അവഗണിക്കുകയുമില്ല. ആര് എത്ര ഇട്ടു എന്ന ഒരു പരിഗണനയില്ല. സ്വമതയായി ദൈവത്തിന് കൊടുക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിൻ്റെ അക്കൗണ്ട് CA ഓഡിറ്റ് ചെയ്യുന്ന, ചാർട്ടേഡ് അക്കൗണ്ട്, സെക്കുലർ ചാർട്ടേഡ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അവരത് ഓഡിറ്റ് ചെയ്തോളും, അവരതിൻ്റെ കണക്കുകൾ നോക്കിക്കോളും എന്ന ഒരു പോളിസിയാണ് ഞങ്ങളുടെ ചർച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ ചർച്ചുകൾക്കൊക്കെ ഇങ്ങനെ ഫങ്ഷൻ ചെയ്യാൻ പറ്റും. ഒത്തിരി കുറ്റാരോപണങ്ങൾ മാറും. ട്രാൻസ്പെറൻസിയോടുകൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പെന്തക്കോസ്ത് സമൂഹങ്ങളിലൊക്കെ അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാകണം. ഇത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. 2ാമത്, ഞാൻ ഇനി അധികം ആ വിഷയത്തിൽ ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റ കാര്യം കൂടെ പറയാം. ഞങ്ങളുടെ ചർച്ചിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ മെസ്സേജ് ഇടാറുണ്ട്, ചർച്ചിൻ്റെ അകത്ത് കൊടുക്കൽ വാങ്ങൽ പാടില്ല. പ്രത്യേകിച്ചും ഞങ്ങളുടെ ചർച്ച് പോലെയുള്ള പുതിയ വിശ്വാസികൾ എപ്പോഴും വരുന്ന സഭകൾ, അതായത് ഒരാൾ പുതുതായിട്ട് വരുന്നു, ആൾ ആരാ എന്തുവാന്നൊന്നും നമുക്കറിയത്തില്ല. വന്നു കഴിയുമ്പോൾ ഒരു 4-5 ആഴ്ച കൊണ്ട് ആളുകളെ പരിചയപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഏർപ്പാട് ചെയ്യാൻ തുടങ്ങുമോ എന്ന ഭയമുള്ളത് കൊണ്ട് ഞാൻ
എപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പറയും, ചർച്ചിൽ വരുന്ന ആൾ ചർച്ചിൽ വരുന്നു എന്ന കാരണത്താൽ നിങ്ങളയാളെ വിശ്വസിച്ച് നിങ്ങൾ പണമിടപാടുകൾ ചെയ്യരുത്. കാരണം പലതരത്തിലുള്ള ആളുകൾ ചർച്ചിൽ വരുന്നുണ്ട്. അവരെ എല്ലാവരെയും നമുക്ക് അറിയത്തില്ല. കാരണം ചെറിയ ചർച്ചകൾക്ക് അത് പ്രശ്നമില്ല. വളരുന്ന സഭകളെ സംബന്ധിച്ചിടത്തോളം, എപ്പോഴും പുതിയ ആളുകൾ ജോയിൻ ചെയ്യുന്ന ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മുൻകരുതലെടുക്കേണ്ട ഒരു കാര്യമാണ്. പാസ്റ്റർക്ക് പോലും ഒരു പക്ഷേ പുതുതായിട്ട് വരുന്നവരെ പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾ ചെയ്യുന്നത്, പുതുതായിട്ട് വരുന്ന ആളുകളെ ഇമ്മീഡിയറ്റായിട്ട് ഞങ്ങളുടെ ചർച്ചിൻ്റെ മെയിൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യത്തില്ല. കാരണം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ ചർച്ചിൻ്റെ മെമ്പേഴ്സിൻ്റെ എല്ലാം നമ്പർ കിട്ടുക, ആ നമ്പറൊക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത്, ആദ്യം അവരെ ഒരു പ്രൈമറി ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് പിന്നെ ഒരു സെക്കൻഡറി ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് അവരുടെ വിശ്വാസമൊക്കെ തെളിയിച്ച് കുറേ നാളുകൾക്ക് ശേഷമാണ് ചർച്ചിൻ്റെ മെയിൻ ഗ്രൂപ്പിലേക്ക് അവരെ ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ സഭകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നമ്മുടെ സഭകൾക്കകത്ത് നടക്കാതിരിക്കട്ടെ. മാത്രമല്ല, ഞാൻ വിശ്വാസികളോട് പറയാണ്, വെറുതെ പോയി തട്ടിപ്പിന് തലവെച്ച് കൊടുക്കരുത്. പറയേണ്ടപ്പം പറയുക. എന്തെങ്കിലും ഇടപാടുകളുണ്ടാകുമ്പോൾ ക്ലിയറായിട്ട് പറയുന്നത്, പ്രത്യേകിച്ച് വിശ്വാസികളായതുകൊണ്ട് വ്യക്തതയോട് പറയണം. ഞങ്ങളുടെ ചർച്ചിൻ്റെ അകത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ചർച്ചിലെ തന്നെ ഒരു വിശ്വാസി, അവരുടെ വീട് ചർച്ചിലെ തന്നെ ഒരു വിശ്വാസിക്ക് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ, ആ വാടകയ്ക്ക് കൊടുത്താൽ കൃത്യമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞു. കൃത്യമായിട്ട് ഇന്നതൊക്കെ കാര്യം, ഇന്ന ദിവസം റെൻറ്റ് കിട്ടണം, ഇന്നതാണ് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ചർച്ചിൻ്റെ അകത്ത് ചെയ്യേണ്ടത്. കാരണം വിശ്വാസിയാണല്ലോ എന്നോർത്ത് നമ്മൾ ഒന്നും മടിച്ചു കഴിഞ്ഞാൽ നാളെ പിന്നെ ബന്ധം മുഴുവൻ വഷളാകും. ഇപ്പോൾ ഇച്ചിരി കടുപ്പത്തോടു കൂടെ പറഞ്ഞതുകൊണ്ട് ഒരു ചെറിയ വിഷമമുണ്ടായി. പക്ഷെ നാളെ ഒരു വിഷമവും ഉണ്ടാകാതെ ആ ഡീല് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. ഇനി പാസ്റ്റർമാരോട് പറയാം. പലപ്പോഴും പാസ്റ്റർമാരെക്കുറിച്ച് ഉള്ള വലിയ ഒരു ആരോപണം, പാസ്റ്റർമാർ ഈ സാമ്പത്തിക ഇടപാടുകളിൽ വിശ്വസ്തത കാണിക്കുന്നില്ല എന്നൊരു വലിയ ആരോപണമുണ്ട്. അത് പലപ്പോഴും അത് സത്യമാണെന്നുള്ളത്. ബഹുഭൂരിപക്ഷം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ന്യൂനപക്ഷമെങ്കിലും അങ്ങനെ സാമ്പത്തിക വിഷയങ്ങളിൽ വിശ്വസ്തത കാണിക്കാത്തത് കൊണ്ട് മുഴുവൻ സമൂഹത്തിനും അത് ഒരു നാണക്കേടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, പാസ്റ്ററെ, ചില പാസ്റ്റേഴ്സൊക്കെ എന്നോട് നേരിട്ട് പണം ചോദിക്കുന്നു, അവരുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യം പറഞ്ഞ് ഞാൻ കൊടുക്കണമോ? ഞാൻ അവരോട് പറഞ്ഞു, പുതിയ വിശ്വാസിയെ ചോദിച്ചു കേട്ടോ, കൊടുക്കണ്ട എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ചോദിക്കുന്ന പാസ്റ്റർമാർക്ക് കൊടുക്കല്ലേ എന്നുള്ളൊരു പോളിസി ഉള്ളവനാണ് ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ വൈഫ് കൊണ്ട് എടുത്തൊരു തീരുമാനം, 2006 മുതൽ ഇന്ന് വരെ ഞങ്ങൾ പാലിക്കുന്ന ഒരു തീരുമാനം, ഞങ്ങളുടെ വ്യക്തിപരമായ സാമ്പത്തിക ആവശ്യങ്ങൾ മനുഷ്യനോട് ചോദിക്കത്തില്ല, ദൈവത്തോട് മാത്രമേ ചോദിക്കത്തുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു. കാരണം ആരോടും ഞങ്ങൾ ചോദിക്കത്തില്ല. കർത്താവിൻ്റെ കൃപയാൽ 2006 മുതൽ ഇന്ന് ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി 19 വർഷമാകുന്നു ദൈവത്തിന് ഞങ്ങളെ നടത്താൻ പറ്റിയെങ്കിൽ, ദൈവദാസന്മാരെ, നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ മറ്റാരോടും നിങ്ങൾ പറയില്ല. മിനിസ്ട്രിക്ക് സ്പോൺസറെ കണ്ടെത്തുവാൻ വേണ്ടി ആരുടെയും പുറകെ ഓടല്ല. അവിടെയൊക്കെ നമ്മൾ നാണം കെടുകയാണ് ചെയ്യുന്നത്. ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾക്കൊത്തിരി ത്യാഗം ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊത്തിരി ത്യാഗം ചെയ്യേണ്ടി വരും. കുഞ്ഞുങ്ങൾക്കൊത്തിരി ആവശ്യങ്ങൾ കാണും. അവർ പറഞ്ഞ് മനസ്സിലാക്കണം, നീ ഒരു പാസ്റ്റർ മകനാണ്, മകളാണ്, നിൻ്റെ ആവശ്യങ്ങളെ നീ സാക്രിഫൈസ് ചെയ്യണം. പല ദൈവദാസന്മാർക്ക് പറ്റുന്ന പ്രശ്നം, അവർ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങും, പക്ഷേ കുഞ്ഞുങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? അവർക്ക് അവരുടെ നില വിട്ട് അവർക്കിതുപോലെ പണത്തിൻ്റെ പുറകെ ഓടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പാസ്റ്ററൽ കോളിങ്ങിനുള്ള വിളി ഒരു വ്യക്തിയുടെ മാത്രം വിളിയല്ല, ആ വ്യക്തിയുടെ ഭാര്യ, കുഞ്ഞുങ്ങൾ എല്ലാവരോടും ചേർന്ന് ഒരു കുടുംബം മുഴുവൻ സാക്രിഫൈസ് ചെയ്യേണ്ട വിളിയാണെന്ന് മനസ്സിലാക്കി വേണം ഈ ശുശ്രൂഷയിൽ ഇറങ്ങുവാൻ. ഞാൻ എല്ലാവരും എൻകറേജ് ചെയ്യുന്നത്, അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിയോടുകൂടി കർത്താവിൻ്റെ വേല ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ ജോലിയോടുകൂടി കർത്താവിൻ്റെ വേല ചെയ്യുക. ഫുൾ ടൈം മിനിസ്ട്രി തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കരുത്. കർത്താവ് അങ്ങനെ വിളിച്ചാൽ അങ്ങനെ ചെയ്യുക. പക്ഷെ അങ്ങനെ വിളിച്ചാൽ ആ വിളി വളരെ ശ്രേഷ്ഠമാണ്, വലുതാണ്, അതിന് കൊടുക്കേണ്ട വില വലുതാണെന്ന് മനസ്സിലാക്കി, മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കി, വേണമെങ്കിൽ പഴയ അപ്പച്ചന്മാർ പറയുന്നതിൽ മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ അതിനടങ്ങാവുള്ളൂ. വേദപുസ്തകത്തിൽ വാക്യമുണ്ട്, യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപ്പശുവിനെ കെട്ടുക. ആ വാക്യത്തെ പലപ്പോഴും ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: യാഗപ്പശുവിനെ കൊമ്പുകളോട് ചേർത്ത് കെട്ടിക്കഴിഞ്ഞാൽ ആ കയറിൻ്റെ ഒരു നീളമുണ്ട്, അത് വിട്ട പശുവിന് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതിന് ചില ലിമിറ്റേഷനുണ്ട്. എപ്പോഴും യാഗമാകേണ്ട ഒരു സമർപ്പണം, യാഗമാകേണ്ട ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ശുശ്രൂഷ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നിങ്ങളെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം കെട്ടിയിരിക്കുകയാണ്. എല്ലാവരും ഓടുന്നത് പോലെ ദൂരെ ഓടാൻ പറ്റത്തില്ല, യാഗപീഠത്തിൻ്റെ ചുറ്റും മാത്രമേ ഓടാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ബോധ്യം ദൈവദാസന്മാർക്ക് ഉണ്ടാകണം. നിങ്ങൾ ചിലർ ചോദിക്കും, പാസ്റ്റർ അങ്ങനെയൊക്കെയാണോ? കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പലപ്പോഴും പങ്കുവച്ചിട്ടുള്ളത് കൊണ്ട് ഇനി അതൊന്നും
പറയുന്നില്ല. ഞങ്ങളെടുത്ത സുവക്തമായ തീരുമാനങ്ങളുണ്ട്. ശുശ്രൂഷയ്ക്കിറങ്ങുമ്പോൾ ആരോടും പണം ചോദിക്കത്തില്ല, സ്പോൺസറെ കണ്ടെത്തത്തില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ തുടങ്ങിയ ഇൻഡിപെൻഡൻറ്റ് ചർച്ചാണ്. പക്ഷേ ഞങ്ങൾ ആരംഭം മുതൽ ഞങ്ങൾ ആ ചർച്ചിനെ ഒരു ട്രസ്റ്റാക്കി, CA ഓഡിറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാക്കി. മാത്രമല്ല ഞങ്ങളുടെ മറ്റ് ട്രസ്റ്റ് മെമ്പേഴ്സിൻ്റെ സിഗ്നേച്ചറോടുകൂടെ ഒരു നാമമാത്രമാകുന്ന ശമ്പളം മാത്രമാണ് ഞാൻ എൻ്റെ ചർച്ചിൽ നിന്ന് കൈപ്പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ന് വരെ കൃത്യതയോടുകൂടെ അത് പാലിക്കുന്നു. അത് മാത്രമല്ല ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു വീട്ടിലും വിസിറ്റിങ്ങിന് പോകുമ്പോൾ അവർ തരുന്ന സ്തോത്രകാഴ്ച ഞാൻ വാങ്ങിക്കത്തില്ല. അവർക്കതറിയാം, അവരെനിക്ക് തരത്തുമില്ല. കാരണം അവർക്കറിയാം അവരുടെ പാസ്റ്റർ വാങ്ങിക്കത്തില്ലെന്ന്. ഞങ്ങളുടെ ചർച്ചിൻ്റെ വീടുകളിൽ മാത്രമല്ല, പ്രത്യേകിച്ചും അവിശ്വാസികളുടെ വീടുകളിൽ പോയാൽ അവർ തരുന്നത് ഞങ്ങൾ വാങ്ങിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആരെങ്കിലും തരുന്ന സംഭാവനകൾ സ്വീകരിക്കത്തില്ലെന്നല്ല. ആരോടെങ്കിലും പറയുകയാണ് ദൈവം ഞങ്ങളോട് സംസാരിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന അനുഭവങ്ങളുണ്ട്, ചർച്ചിൽ കൊണ്ടുവന്ന അനുഭവങ്ങളുണ്ട്. ആവശ്യമുള്ളപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ സ്ട്രിക്റ്റായിട്ട് എടുത്ത ചില പോളിസികൾ, ഒരു ഹൗസ് വിസിറ്റിംഗ് നടത്തുമ്പോൾ, ഞങ്ങളുടെ ചർച്ചിലെ കോട്ടേജ് മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ, സെൽ പ്രയർ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ പല വീടുകളിൽ ഞങ്ങൾ പോകും. ഞങ്ങൾ ആരോടും വാങ്ങത്തില്ല എന്ന ഉറച്ച തീരുമാനമെടുത്തു. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി അത് പാലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാ ദൈവദാസന്മാർക്കും ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ട് പറ്റിയില്ല? നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് കർത്താവാണ്, ലോകത്തിലെ ഒരു മനുഷ്യനുമല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മനുഷ്യൻ തന്നാൽ നാം അവരുടെ ദയയുടെ കീഴിലാണെന്ന് അവർ അവകാശപ്പെടും. പക്ഷേ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടെ പറവാൻ പറ്റും, ഞങ്ങൾ ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നു. അതുകൊണ്ട് മുട്ടുവന്നില്ല കേട്ടോ. അതുകൊണ്ട് കർത്താവ് കഴിഞ്ഞ നാളുകളിൽ അത്ഭുതകരമായി ഞങ്ങളെ നടത്തി. ആകാശത്തിൽ നിന്ന് നൂലിൽ കെട്ടി ഇറക്കുമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഞങ്ങൾക്ക് തന്നു. രാത്രി 12 മണിക്ക് കതകി മുട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടിയുമായി ആളുകളെ ദൈവം അയച്ച അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മഹാ അത്ഭുതങ്ങൾ കണ്ടു. വിശ്വാസ ജീവിതം ഇന്നും പ്രാക്ടിക്കലാണെന്ന് മനസ്സിലായി. എന്തിനാണ് എൻ്റെ അനുഭവങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ എനിക്കറിയാം ഇയാൾ ഈ വലിയ വാചകമൊക്കെ അടിക്കുന്നു, ഇയാൾ എങ്ങനെയാണെന്ന് ചോദിക്കും. കാരണം നമ്മളെ അറിയാത്തവരാണല്ലോ, നമ്മുടെ സാക്ഷ്യങ്ങൾ കേൾക്കാത്തവരാണല്ലോ, നമ്മുടെ സഭയിലെ വിശ്വാസികളല്ലല്ലോ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വലിയൊരു കടലാണ്. ആ കടലിൽ അങ്ങേ കോണിലിരിക്കുന്നവർക്ക് ബോംബെയിലിരുന്ന് ഒരുത്തൻ വലിയ വീരവാദമൊക്കെ പറയുന്നു എന്ന് തോന്നും. അതുകൊണ്ട് നമ്മൾ ആരാന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ പറയുന്നതിൻ്റെ സത്യസന്ധത ആളുകൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഉറപ്പോടും ധൈര്യത്തോടും ഒരു വലിയ പ്രാഗൽഭ്യത്തോടും കൂടെ പറയുകയാണ്, ദേവദാസന്മാരെ നമ്മുടെ ശുശ്രൂഷയുടെ സമർപ്പണം യാഗപീഠത്തോട് ചേർത്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒത്തിരി കഷ്ടനഷ്ടങ്ങളുണ്ടാകും, ദൈവം നമുക്ക് പ്രതിഫലം നൽകും. ഈ ഒരു ഉറപ്പോട് ദൈവദാസന്മാർ ജീവിക്കുകയാണെങ്കിൽ അപവാദം പറയുന്നവർക്ക് അവസരം കിട്ടാതെ വരും. ഇങ്ങനെ കുറേ ഗുണപാഠങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാഠഭേദം അങ്ങ് അവസാനിപ്പിക്കുകയാണ്. കോട്ടയത്തെ തട്ടിപ്പ് നടത്തിയ ആളിനെക്കുറിച്ച് കേൾക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ വീഡിയോ ലിങ്ക് നിങ്ങൾ കാണുക. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.